നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക് ക്രിപ്റ്റോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇത് എൻ്റെ പോർട്ട്ഫോളിയോ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള AI കോയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് യു ഹാവ് നോട്ട് സീൻ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. യു ക്യാൻ ചെക്ക് ദ ഔട്ട്. അതിനുശേഷം ഇത് സെക്കൻഡ് പാർട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡീപ്പിംഗ് കോയിൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് കോയിൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഡീപ്പിംഗ് കോയിൻസും ഗെയിമിംഗ് കോയിൻസും അതുപോലെ തന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്ന, അതായത് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കാൻ സാധ്യതയുള്ള ഗെയിമിംഗ് കോയിൻസും ഡീപ്പിംഗ് കോയിൻസിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് ഗൈസ് ഒരു ബുള്ളിഷ് ന്യൂസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒരു നല്ലൊരു ന്യൂസിൽ തന്നെ തുടങ്ങാം. എന്താണ് ഗൈസ്? ബൈനാൻസിൻ്റെ എക്സ് CEO, അതായത് പഴയ ബൈനാൻസിൻ്റെ CEO ആയ CZ ജയിലിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളായിട്ട് ജയിലിലായിരുന്നു പുള്ളിക്കാരൻ. ആൻഡ് ജസ്റ്റിൻ, ഇപ്പോൾ ന്യൂസ് വന്നിട്ടുള്ള, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന ന്യൂസാണ്, അധികം 2 മണിക്കൂറായിട്ടുള്ളൂ. ജസ്റ്റിൻ CC ടു വാക്ക് ഔട്ട് എ ഫ്രീ മാൻ ടുഡേ. അതായത് CC ജയിലിൽ നിന്ന് കുറച്ച് ദിവസം മുമ്പ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, 29-ാം തീയതി എങ്ങോട്ട് റിലീസ് ആവേണ്ടതാണ്. ബട്ട് 2 ദിവസം മുമ്പ് ഇന്ന് തന്നെ റിലീസായ പുള്ളിക്കാരൻ. നൗ ബൈനാൻസിൻ്റെ പ്രോജക്ട്സ്, ബൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോയിൻസ് എല്ലാം ബുള്ളിഷായിട്ട് മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും നേരത്തെ തന്നെ കുറേ നാളായിട്ട് പറഞ്ഞു വരുന്നുണ്ട്, CC പുറത്തിറങ്ങിയാൽ മിക്കവാറും ബുൾറൺ ഒരു ചെറിയൊരു തീ കൊളുത്തുന്നു. സോ നമുക്ക് നോക്കാൻ സംഭവിക്കുന്നത്, ഇപ്പോൾ ഈ ന്യൂസ് വന്നേയുള്ളൂ, ഇപ്പോൾ പുറത്തിറങ്ങിയുള്ള പുള്ളി. ആൻഡ് ഇനി എന്താ അപ്ഡേറ്റ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതൊരു ബുള്ളിഷ് ന്യൂസാണ്. എൻ്റെ ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയോ? ആസ് യു ക്യാൻ സീ ഹിയർ, ബിറ്റ്കോയിൻ ഈ ചാനൽ ബ്രേക്ക് ചെയ്തു. ജസ്റ്റ് ഇമാജിൻ ഗൈസ്, CZ പുറത്ത് വന്നു എന്ന ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഈ ചാനലിൻ്റെ പുറത്തേക്ക് ബിറ്റ്കോയിൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് 1 hour ചാർട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എക്സാക്ട്ലി 2 hours മുമ്പുള്ള കോയിനാണ് ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് വിത്ത്, ഇവിടെ നോക്കിയ വോളിയം എത്ര നോക്കും, നല്ല ഹ്യൂജ് വോളിയത്തിലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CZയുടെ പവർ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഓൾറൈറ്റ്, സോ ഗൈസ്, ആൻഡ് ഗൈസ് വൺ മോർ തിങ്, ഇത് ചിലപ്പോൾ ഒരു ഫേക്ക് ഔട്ടും ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ വലിയ CZ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മേടിച്ചു. അപ്പോൾ മാർക്കറ്റ് മാനിപ്പുലേറ്റേഴ്സ് എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് പുൾ ബാക്ക് എടുക്കും. എന്തെങ്കിലും ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഒരു പുൾ ബാക്ക് വരാനും ചിലപ്പോൾ സാധ്യതയുണ്ട്, ഒരു ഫേക്ക് ഔട്ട് ആവാനും സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈ ഹൈ, പറക്കും. ഓക്കെ, നമുക്ക് നോക്കാൻ സംഭവിക്കുന്നത്. ഓക്കെ, നൗ ഈ വീഡിയോയിൽ ആസ് ഐ സെഡ്, നമുക്ക് ആദ്യം ഡീപ്പിംഗ് കോയിൻസ് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിമിംഗ് കോയിൻസ് നോക്കാം. സോ ഫസ്റ്റ് കോയിൻ ഗൈസ്, ഡീപ്പിംഗ് കാറ്റഗറിയിൽ, ദാറ്റ് ഈസ് Aether. ATH ആണ് ഇതിൻ്റെ ടിക്കർ സിമ്പിൾ. നൗ ഇതൊരു ഡീപ്പിൻ പ്രൊജക്റ്റാണ് ഗൈസ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ആസ് യു ക്യാൻ സി $275 million ആണ്. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്, പുതിയ പ്രൊജക്റ്റാണ്. ഒരു ഡിപ്പ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം 0.45 സെൻസിൻ്റെ അടുത്ത് പ്രൈസ് പോയതാണ്. ഇപ്പോൾ ഏകദേശം 6-7, അതായത് ഒരു 30-40% മുകളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്ന ഡീപ്പിൻ പ്രൊജക്ഷൻ അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് Aether എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്. നൗ ഇതിൻ്റെ ട്വിറ്റർ ഞാൻ കാണിച്ചു തരാം. ആസ് യു ക്യാൻ സി, ഇതാണ് Aetherൻ്റെ ട്വിറ്റർ അക്കൗണ്ട്. ഇതിൽ Aetherൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് AI സെക്ടറിലും ഡീപ്പിംഗ് സെക്ടറിലും അതുപോലെ തന്നെ ഗെയിമിംഗ് സെക്ടറിലും കൂട്ടാവുന്ന കോയിനാണ്. കാരണം ഇതൊരു ഡീപ്പിംഗ് പ്രൊജക്റ്റാണ്. അതായത് GPU എന്നാൽ വായിൽ വരുന്നില്ല. സോ GPU പ്രോസസ്സിങ്ങിൻ്റെ, GPU റെൻറ്റിങ്ങിൻ്റെ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റാണത്. സോ ഗെയിമിങ്ങിനും ഇവരുടെ ഒരു കൈയുണ്ട്, AIയിലും കൈയുണ്ട്, അതുപോലെ തന്നെ ഒരു ഡീപ്പിംഗ് പ്രൊജക്റ്റുമാണത്. റൈറ്റ്, സോ Aether ഒരു കിഡിലൻ പ്ലേ ആണ്. കൂടുതൽ ആൾക്കാരും ഇതിനെ ഒരു AI പ്ലേ ആയിട്ടാണ് കാണുന്നത്, ബട്ട് ആക്ച്വലി ഇതൊരു ഡീപ്പിംഗ് പ്രൊജക്റ്റാണ്. നൗ ഇതിൻ്റെ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് ഇവിടെ കാണാൻ സാധിക്കും. 2,25,000 ആണ് മാർക്കറ്റ് ക്യാപ്പ്. ബട്ട് FDV ഫുള്ളി ഡൈലൂട്ടഡ് വാല്യുവേഷൻ 2.8 ബില്യൺ ഉണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 10% അടുത്ത് കോയിൻ മാത്രമേ പുറത്ത് റിലീസായിട്ടുള്ളൂ. സോ അതൊരു വലിയ ഫാക്ടറാണ്, അത് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നൗ അതുപോലെ ഇതേ സെയിം ഇതിപ്പോൾ ഇത്തീറിയം ഇക്കോസിസ്റ്റത്തിലുള്ള കോയിനാണ്. ഇതേ സെയിം ഫണ്ടമെൻ്റലി GPUയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോയിൻ, അടുത്ത കോയിനാണ് എൻ്റെ, ദാറ്റ് ഈസ് അയോനെറ്റ് എന്ന് പറയും. ഓക്കെ, അയോനെറ്റ് സൊലാന ബേസ് ആയിട്ടുള്ള കോയിനാണ്. Aether നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇത്തീറിയം ബേസ് കോയിനാണ്. ആൻഡ് അതേ ഫണ്ടമെൻ്റലുള്ള GPU ബേസ് ആയിട്ടുള്ള ഒരു കോയിനാണ് സൊലാന ബേസ് കോയിൻ. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഈ പറയുന്ന പോലെ 2,12,000 ഇതുണ്ട് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്, മില്യൺ മാർക്കറ്റ് ക്യാപ്പ്. ആൻഡ് 1.7 ബില്യൺ ഉണ്ട്. അതായത് അതിലും ഏകദേശം ഈ പറഞ്ഞ 10% 12% കോയിൻ പുറത്തിറങ്ങിയിട്ടുള്ളൂ. സോ 2 പ്രൊജക്റ്റും സെയിം കാര്യം ചെയ്യുന്നു. ഏകദേശം സെയിം ആണ് മാർക്കറ്റ് ക്യാപ്പ്, ഏകദേശം സെയിം ആണ് ഫുള്ളി ഡൈലൂട്ടഡ് വാല്യുവേഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നത് Aether ആണ്. ഞാൻ അയോണായിട്ട് ഹോൾഡ് ചെയ്യുന്നില്ല, ബട്ട് എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. നല്ലൊരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫണ്ട് എനിക്കൊരു സ്പ്ലിറ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ മിക്കവാറും ഒരു എൻട്രി ചിലപ്പോൾ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ Aether എനിക്ക് നല്ല പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ചിലപ്പോൾ അത് ഞാൻ അയോണായിട്ടിൽ ഇടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അതെൻ്റെ വാച്ച് ലിസ്റ്റിലാണ് കിടക്കുന്നത്. നൗ ബേറ്റ പ്ലേ, ഇതിൻ്റെ ബേറ്റ പ്ലേ ആണ് ഞാൻ തരാൻ പോകുന്നത് ഗൈസ്. ഇതൊരു ഡീജൻ കോയിനാണ്, മൈക്രോ ക്യാപ്പ് കോയിനാണ്, കിഡിലൻ കോയിനാണ്. നൗ
എന്താണ് ബേറ്റ പ്ലേ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് തിങ്, ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോ കാണുക, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്തി ആവും. സോ ഇതിൻ്റെ ബേറ്റ പ്ലേ ആണ് അടുത്ത കോയിൻ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഫണ്ടമെൻ്റലി സെയിം ആയ ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിൻ. ഏതാണത്? ആസ് യു ക്യാൻ സീ ഹിയർ, ഓപ്പൺ GPU, അതായത് OGPU ആണ് ടിക്കർ സിമ്പൽ. ഇതിൻ്റെ ഫുള്ളി ഡൈല്യൂട്ടഡ് വാല്യൂവേഷൻ എന്ന് വെച്ചാൽ ആകെ 19 മില്യൺ ആണ്. മൈക്രോ ക്യാപ്പ് കോയിനാണത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് അതിൻ്റെ സിമിലർ ആയിട്ടുള്ള, അതായത് 10-15 മില്യൺ മാർക്കറ്റ് ക്യാപ്പേ ഉണ്ടാവുള്ളൂ, 19നേക്കാളും മുകളിലേക്ക് പോകില്ല. ആൻഡ് ആസ് യു ക്യാൻ സീ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കാണേണ്ട ഫാക്ടർ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. നോക്കി, അപ് ട്രെൻഡിൽ സ്ട്രോങ് ആയിട്ട്, ബിറ്റ് കോയിൻ താഴെ വന്നിട്ട് പോലും ഇത് അപ് ട്രെൻഡിൽ നല്ലോണം സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോയിനാണ്. സോ ഇതും ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഇതും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു പൊസിഷൻ, എയ്ത്തറിന് അത്രയും ഇല്ലെങ്കിൽ പോലും അതിന് അടുത്തായിട്ട് ഒരു പൊസിഷനിൽ ഞാൻ ഓപ്പൺ GPU ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. അഗെയിൻ ഇത് കുറച്ച് റിസ്കി കോയിനാണ്, ബട്ട് ഐ ആം ടേക്കിംഗ് ദാറ്റ് റിസ്ക്. ഓക്കെ, നൗ ഡീപ്പിനിൽ അടുത്ത ഇതും അതുപോലെ തന്നെ GPU ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഇവർ ഇത് കാണിച്ചു തരാം. സോറി, അയോണെറ്റിനെ ഞാൻ കാണിച്ചിരുന്നതിനാണ് തോന്നുന്നത്. അയോണെറ്റിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഇതാണ്. അയോണെറ്റിൻ്റെ ട്വിറ്റർ അക്കൗണ്ട്. ആസ് യു ക്യാൻ സീ, ഇൻ്റർനെറ്റ് ഓഫ് GPU എന്നാണ് ഇതിനെ ഇവർ തന്നെ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് സംവാട്ട് ഒരു ഭയങ്കര ബുള്ളിഷ് കോയിനാണ്. നല്ല കമ്മ്യൂണിറ്റിൻ്റെ ഇവിടെ നോക്കി 5 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് ഉണ്ട്. നല്ല സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ്. സൊലാന ബേസ് ആയിട്ടുള്ള കോയിനാണ്. സോ ഇഫ് യു ആർ ബുള്ളിഷ് ഓൺ സൊലാന, ദെൻ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ദെൻ ഓപ്പൺ GPUയുടെ ഇത് നമ്മുടെ ട്വിറ്റർ അക്കൗണ്ടാണത്. ആസ് യു ക്യാൻ സി, വേൾഡ്സ് ലീഡിംഗ് ഡീസെൻട്രലൈസ്ഡ് GPU ഇക്കോസിസ്റ്റം, റൈറ്റ്? അപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് GPU ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഒരു പുതിയ കോയിനാണ്, ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനാണ്. അതുപോലെ തന്നെ ചെറിയ ഫോളോവേഴ്സുള്ള, വെറും 5000 ഫോളോവേഴ്സുള്ള കോയിനാണ്. അധികം ആൾക്കാരുടെ റേഡാറിൽ ഇത് വന്നിട്ടില്ല. സോ ഇതൊരു ജംപിക്കാണ് എൻ്റെ. ഓക്കെ, നൗ നെക്സ്റ്റ് കോയിൻ ഏതാണ് ഗൈസ്? നെക്സ്റ്റ് കോയിനാണ് എൻ്റെ ക്രെസ്റ്റ് നെറ്റ്വർക്ക് എന്ന കോയിനാണ്. നൗ ക്രെസ്റ്റിൻ്റെ ടിക്കർ സിമ്പൽ KREST എന്നാണ്. ഗൈസ്, ക്രസ്റ്റ് എന്ന് വേറൊരു കോയിൻ ഉണ്ട്, അതല്ല, അതും ഇതും മാറിപ്പോരുത്. ഇത് K വെച്ച് തുടങ്ങുന്നതാണ്, മറ്റത് C വെച്ച് തുടങ്ങുന്നതാണ്. ഓക്കെ, നൗ ക്രെസ്റ്റിൻ്റെ ഫുള്ളി ഡയറക്റ്റഡ് വാല്യൂവേഷൻ വളരെ കുറവാണ്, 17 മില്യണേ ഉള്ളൂ ആകെ. ആൻഡ് ആസ് യു ക്യാൻ സീ ഹിയർ, വലിയൊരു എന്താണ് ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിച്ചാണ്. അതിനുശേഷം മൊത്തം റീട്രേസ് ചെയ്തിട്ട് ഇപ്പോൾ വളരെ ലോയിലാണ് കിടക്കുന്നത്. ഞാൻ ഇത് പേഴ്സണലി എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നൗ ഇതല്ലാതെ ഞാൻ ഓപ്പൺ GPU അതുപോലെ തന്നെ എയ്ത്തറും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അയോണെറ്റ് മാത്രമാണ് വാച്ച് ലിസ്റ്റിലുള്ളത്. നൗ ക്രെസ്റ്റ് ഞാൻ എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നു? മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ലോ ക്യാപ്പ് ജെമ്മാണ്. രണ്ടാമത്തെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് ഇവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പോയിട്ട് ഞാൻ പറയാം. ക്രെസ്റ്റ് നെറ്റ്വർക്കിൻ്റെ ട്വിറ്റർ അക്കൗണ്ടാണ്. ആസ് യു ക്യാൻ സീ, ഇവരുടെ മെയിൻ അവർ ശ്രദ്ധിക്കേണ്ടത് പീക്ക് നെറ്റ്വർക്ക്സ് സിസ്റ്റർ നെറ്റ്വർക്ക്. അതായത് നിങ്ങൾ എല്ലാവരും പോൾക്കാഡോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പോൾക്കാഡോട്ടിൻ്റെ ഒരു സിസ്റ്റർ ചെയിനാണ് കുസാമ, റൈറ്റ്? പോൾക്കാഡോട്ടും കുസാമയും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഡീപ്പിനിൽ നമുക്ക് പീക്ക് നെറ്റ്വർക്കിൻ്റെ ഒരു സിസ്റ്റർ കോയിനാണ് ക്രെസ്റ്റ്. അതായത് ഏതുപോലെയാണോ പോൾക്കാഡോട്ട്, അതുപോലെ പീക്ക്. ഏതുപോലെയാണോ അതിൻ്റെ സിസ്റ്റർ ചെയിൻ കുസാമ, അതുപോലെ പീക്കിൻ്റെ സിസ്റ്റർ ചെയിൻ ക്രെസ്റ്റ്, റൈറ്റ്? അതുകൊണ്ടാണ് മെയിനായിട്ട് അത് പീക്കിൻ്റെ ഒരു ബേറ്റ പ്ലേ അല്ല, ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള ഒരു ചെറിയ കോയിൻ, ഒരു ആൽഫ ജംപിക്കാണിത്. അതുകൊണ്ടാണ് ഞാനിത് ഹോൾഡ് ചെയ്യുന്നത്. നൗ വേറൊരു മെയിൻ റീസൺ ഞാൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ, ഈ ക്രെസ്റ്റ് നെറ്റ്വർക്കിൻ്റെ ടോക്കൺ ഹോൾഡ് ചെയ്യുന്നവർക്ക് പീക്ക് നെറ്റ്വർക്ക്, അതായത് അടുത്ത കോയിൻ, ഞാൻ അടുത്ത എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കോയിനാണ് പീക്ക് നെറ്റ്വർക്ക്. ഇവരുടെ, അതായത് നേരത്തെ പറഞ്ഞ സിസ്റ്റർ ചെയിൻ്റെ മെയിൻ ചെയിൻ, ഇതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊജക്റ്റ് എന്നാണ് ഹൈപ്പ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോയിൻ ഇതുവരെ റിലീസായിട്ടില്ല. അതാണ് ആൽഫ ഗൈസ്. അതായത് ആരുടെ കയ്യിലും ഇതിൻ്റെ കോയിൻ വന്നിട്ടില്ല. കോയിൻ ആക്ച്വലി ഇപ്പോൾ ഈ ആഴ്ച റിലീസ് ആവേണ്ടതാണ്. ബട്ട് നമുക്കിപ്പോൾ സിംഗപ്പൂരിൽ ടോക്കൺ 2049 പരിപാടി നടക്കണ്ടായല്ലോ. അപ്പോൾ അവിടെ ഇതിന് ഒരുപാട് ഹൈപ്പ് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് എക്സ്ചേഞ്ച് കൂടുതൽ ഇവരിൽ ഇൻട്രസ്റ്റ് കാണിച്ചു. സോ ദാറ്റ് അവർ പറഞ്ഞു നമ്മുടെ എന്താ പറയുക, TG ഇവൻറ്റ് നമ്മൾ കുറച്ചുകൂടി ഡിലേ ചെയ്യുന്നു, കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് ചെയ്യാൻ വേണ്ടി, റൈറ്റ്? അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ ഇതിലും ചെറിയൊരു എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ഗൈസ്, ഞാനായിട്ട് എൻട്രി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ക്രെസ്റ്റ് നെറ്റ്വർക്കിൻ്റെ, അതായത് ഈ ടോക്കൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഈ ടോക്കൺ ഹോൾഡേഴ്സിന് ഇവർ പീക്ക് നെറ്റ്വർക്കിൻ്റെ എയർ ഡ്രോപ്പ് തരുന്നതാണ്. ഓക്കെ, നൗ അതിൻ്റെ കുറച്ച് നിബന്ധനകളുണ്ട്. അതിനെക്കുറിച്ച് ഭയങ്കര സ്പെസിഫിക് വീഡിയോ ചെയ്യാം. ബട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇത് റിലീസ് ആവാറായി, അടുത്ത മാസം റിലീസ് ആവും. സോ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്നറിയില്ല. ഞാൻ കുറച്ച് നാളായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. $2,000 മുകളിൽ, സോറി $2,000 കോയിൻസിന്, ക്രെസ്റ്റ് കോയിൻസിന് മുകളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മിനിമം റിക്വയർമെൻറ്റ് 2000 കോയിൻസ് വേണം. അതായത് 2000 കോയിൻ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ $326, ഏകദേശം 30,000 രൂപയുടെ അടുത്ത് നിങ്ങൾ ഈ ടോക്കണിൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ പീക്ക് നെറ്റ്വർക്കിൻ്റെ എയർ ഡ്രോപ്പിന്. നൗ ഈ പീക്ക് നെറ്റ്വർക്ക് ഭയങ്കര ഒരു, ഞാൻ ബുള്ളിഷാണ് ഇതിൽ. കാരണം ഡീപ്പിൻ പ്രൊജക്റ്റിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ഹൈ ക്യാപ്പ് കോയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. കോയിൻ റിലീസായിട്ടില്ല. അപ്പോൾ ഞാൻ ക്രെസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു. ക്രെസ്റ്റ് ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഗുണം പീക്കിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടും. സോ ദാറ്റ് എനിക്ക് ക്രെസ്റ്റിൻ്റെ ലാഭവും കിട്ടും. ക്രെസ്റ്റ് വഴി എനിക്ക് പീക്കിലും ഒരു എൻട്രി എടുക്കാം ഫ്രീ ആയിട്ട്. ഓക്കെ, നൗ
നെക്സ്റ്റ് എന്താണ്, അപ്പോൾ ഇത് ഡീപ്പിൻ കഴിഞ്ഞു. ഡീപ്പിൻ ഇത്രയുമാണുള്ളത്. ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നത് ഈത്തറും ഓപ്പൺ ജി പിയും അതുപോലെ ക്രസ്റ്റ് നെറ്റ്വർക്ക്. ഇനി പീക്ക് റിലീസാവും, ഞാൻ പീക്കും എടുക്കും. ഓക്കെ, മേടിക്കേണ്ട ആവശ്യം വരില്ല, മിക്കവാറും എയർ ഡ്രോപ്പ് കിട്ടും. ആൻഡ് എയർ ഡ്രോപ്പ് മോസ്റ്റ് പ്രോബ്ലി ഞാൻ ചിലപ്പോൾ സെല്ല് ചെയ്യും, എന്നിട്ട് ഞാൻ പിന്നെ റീ എൻട്രി എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് സെല്ല് ചെയ്യും, ഹാഫ് പൊസിഷൻ ഞാൻ കൈ വെക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അപ്പോഴത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ആൻഡ് അപ്പോഴത്തെ ഇതിൻ്റെ ഈ ടോക്കണിൻ്റെ സെൻറ്റിമെൻറ്റ് എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് ഞാൻ ഓരോ എയർ ഡ്രോപ്പ് വരുമ്പോഴും അതിനുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്കിനി ഗെയിമിങ്ങിലേക്ക് പോകാം. ഗെയിമിങ്ങിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കോയിൻ കുറച്ച് പഴയ കോയിനാണ്, ബട്ട് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കോയിനാണ്. ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ എക്സ്. റൈറ്റ്, ബട്ട് ഇത് വളരെ ഹൈ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനാണ് ഗൈസ്. 2.8 ബില്യൺ ഉണ്ട് ഇത്. അതിൻ്റെ ഫുള്ളി ഡൈലൂട്ടഡ് വാല്യുവേഷൻ 3.6 ബില്യൺ ആണ്. വളരെ ഹൈ ക്യാപ്പ് കോയിനാണ്. അപ്പോൾ അത്ര റിസ്കി കോയിനല്ല, ഇത്തിരി സേഫർ സൈഡിലുള്ള കോയിനാണ്. ഇത് ഞാൻ ഹോൾഡ് ചെയ്യാനുള്ള കാരണവും അതുപോലെ തന്നെ ഒരു എയർ ഡ്രോപ്പാണ്. കാരണം ഇപ്പോൾ ഇമ്മ്യൂട്ടബിൾ എക്സ് ഗെയിമിംഗ് കോയിനിൽ നിന്ന് അവരുടെ ഒരു ZK EVM ഒരു അതായത് സീറോ നോളജ് പ്രൂഫിലേക്ക് ഇവർ വരുന്നുണ്ട്. സോ ദർ ഈസ് പ്രോബബ്ലി അവരുടെയും ഒരു എയർ ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട് എന്ന ന്യൂസ് നമുക്ക് കിട്ടി. സോ അതിനനുസരിച്ച് ഒരു ചെറിയ പൊസിഷൻ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ടോക്കൺ ഹോൾഡ് ചെയ്തതിനാൽ നമുക്ക് അതിൻ്റെ ജെംസ് കിട്ടും. ആ ജെംസ് വഴി നമുക്ക് ഇമ്മ്യൂട്ടബിൾ എക്സിൻ്റെ ZK EVM പ്രൊജക്റ്റ് ഇറങ്ങുമ്പോൾ അതിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന എസംഷൻ ഉണ്ട്. ഉറപ്പായിട്ടില്ല, ഇതൊക്കെ എസംഷനാണ്, സ്പെക്കുലേഷനാണ്. എയർ ഡ്രോപ്പ് മിക്കതും സ്പെക്കുലേഷനാണ്. സോ അതിനെക്കുറിച്ചൊക്കെ എയർ ഡ്രോപ്പിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ആൽഫയാണ് ഗൈസ്, ഫ്രീ ആയിട്ട് പൈസ ഉണ്ടാക്കാം ത്രൂ എയർ ഡ്രോപ്പ് ആൻഡ് ലൈഫ് ചേഞ്ചിങ് മണി ഉണ്ടാക്കാം. ഓക്കെ, നൗ അതുകൊണ്ടാണ് ഞാൻ ഇമ്മ്യൂട്ടബിൾ എക്സ് ആൻഡ് ഇറ്റ്സ് എ വെരി ഹ്യൂജ് കോയിൻ. നല്ല കോയിനാണ്, സ്ട്രോങ് കോയിനാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് കോയിനാണ്. അതുപോലെ തന്നെ ഒരുപാട് ബാക്കേഴ്സ് ഉള്ള കോയിനാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതൊരു ഇത്തിരിയം കോയിനാണ്. ആൻഡ് നമുക്ക് എയർ ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കോയിൻ ഹോൾഡ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു പൊസിഷനാണ്, വലിയ പൊസിഷൻ ഇല്ല എനിക്ക് ഈ കോയിനിൽ. ജസ്റ്റ് എയർ ഡ്രോപ്പ് പർപ്പസിന് വേണ്ടി കുറച്ച് പിടിച്ച് വെച്ചു എന്ന് മാത്രം. ഓക്കെ, നൗ ഇമ്മ്യൂട്ടബിൾ എക്സ് ലീഡ് ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും Web3 ഗെയിമിങ്ങും ഇത്തിരിയും ഇക്കോസിസ്റ്റത്തിലുള്ള കോയിനാണ്. ഇതാണ് ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട്. ഓക്കെ, ഗോ ചെക്ക് ദാറ്റ് ഔട്ട്. അടുത്തത് ഗൈസ് ഇത് അടുത്ത കോയിൻ എന്ന് വെച്ചാൽ സാഗയാണ് ഗൈസ്. സാഗ ഈസ് നോട്ട് എക്സാക്ട്ലി എ ഗെയിമിംഗ് കോയിൻ. അതൊരു L1 ആണ്, അതായത് ലെയർ 1 ആണ് സാഗ. ബട്ട് ഇവരുടെ L1 ഒരുപാട് ഗെയിംസ് ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗെയിംസ് ഇവരിപ്പോൾ അസോസിയേറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഗെയിമിംഗ് സെക്ഷനിലേക്ക് ഇട്ടത്, അല്ലെങ്കിൽ ലെയർ സെക്ഷനിലേക്ക് ഇടേണ്ടതാണ്. കോസ്മോസ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു കോയിനാണ് സാഗ. സാഗയും ഞാൻ ഹോൾഡ് ചെയ്യാൻ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ സാഗയുടെ ഇവിടെ വീക്ക്ലി ഇവർ എയർ ഡ്രോപ്പ് തരുന്നതാണ്. കാരണം സാഗ സ്റ്റേക്കേഴ്സിന് ഏറ്റവും ടോപ്പ് ടയറിൽ കിടക്കുന്ന സ്റ്റേക്കേഴ്സിന് അവർ വീക്ക്ലി അല്ല മന്ത്ലി അവർ എയർ ഡ്രോപ്പ് തരുന്നതാണ്. സോ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു പീക്കിൽ നിൽക്കുന്ന കുറച്ച് സ്റ്റേക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്ന ആളാണ്. സോ എനിക്ക് മാസം ഇവരുടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പാസീവ് ഇൻകം പോലെ ഇവരുടെ എയർ ഡ്രോപ്പ് കിട്ടാറുണ്ട്. ആൻഡ് ആസ് യു കൻ സി റീസെൻ്റ്ലി ആണ് എനിക്ക് ഒരെണ്ണം കിട്ടിയത്. ഈ 24-ാം തീയതി സംതിങ് അതെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാഗയുടെ വോൾട്ട് 5, അതായത് 5ാമത്തെ എയർ ഡ്രോപ്പാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ ക്ലെയിം ബട്ടണിൽ നിങ്ങൾ സാഗ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഹൈ ലെവൽ സ്റ്റേക്കർ, ലോയൽ സ്റ്റേക്കർ ആണെന്നുണ്ടെങ്കിൽ ഈ ക്ലെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്ലി എയർ ഡ്രോപ്പ് റിസീവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഗൈസ് എനിക്ക് ലാസ്റ്റ് ഒരു 2 മാസമായിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത്, ഞാൻ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഏകദേശം 15% അടുത്ത് എനിക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ഡീൽ, റൈറ്റ്? ഒരു പാസീവ് ഇൻകം ആണിത്. അതുകൊണ്ട് തന്നെ ഈ എയർ ഡ്രോപ്പ് കിട്ടി ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ഹ്യൂജ് ലെവലിൽ നിൽക്കുന്ന കോയിൻസ് ആകെയാണ്. ഞാൻ പൈസ കൊടുത്തതല്ല, ഞാൻ പൈസ ചെറിയൊരു എമൗണ്ടാണ് ഇറക്കിയിരിക്കുന്നത്. ബട്ട് അതിൽ എനിക്ക് എയർ ഡ്രോപ്പ് ഇങ്ങനെ കിട്ടി അക്യൂമുലേറ്റ് ആയി ഇപ്പോൾ അത്യാവശ്യം ഒരു വലിയ അതായത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ഡോമിനൻ്റ് ആയ കോയിനാണ്. ഞാൻ എൻ്റെ ട്വിറ്ററിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, സാഗ ഈസ് ഡോമിനേറ്റിംഗ് മൈ പോർട്ട്ഫോളിയോ. സോ L1 ആണ് ഗൈസ്, ബട്ട് ഒരുപാട് ഗെയിമും ഇതിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഞാൻ ഈ കാറ്റഗറിയിൽ ഇതിലിട്ടു. ഓക്കെ, നൗ നെക്സ്റ്റ് വരുന്ന കോയിൻസ് ഒന്നും ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല ഗൈസ്. ഇമ്മ്യൂട്ടബിൾ എക്സും സാഗയും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇനി പറയാൻ പോകുന്ന കോയിൻസ് എല്ലാം ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന കോയിൻസ് ആണ്. ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നില്ല. ബട്ട് ദർ ഇസ് എ ചാൻസ് ഞാൻ ചിലപ്പോൾ എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട് ഇൻ ഫ്യൂച്ചർ. ലെറ്റ്സ് സീ. ബട്ട് ഇപ്പോൾ വാച്ച് ലിസ്റ്റിലാണുള്ളത്. ഏതാണ് ആ കോയിൻ? ഫസ്റ്റ് കോയിൻ ക്യാരറ്റ് ഗൈസ്. ക്യാരറ്റും ഒരു ഗെയിമിംഗ് കോയിനാണ്. ബട്ട് ഗൈസ് ഇത് കമ്പാരിറ്റീവ്ലി വളരെ ലോ ക്യാപ് ജെമ്മാണിത്. 64 മില്യനേ ഉള്ളൂ. ബട്ട് ഫുള്ളി ഡൈലൂട്ടഡ് വാല്യുവേഷൻ 500 സംതിങ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു 10 to 12% കോയിനെ പുറത്ത് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക കോയിൻസിലും ഇത് തന്നെയാണ് പ്രശ്നം. FD ഭയങ്കര കൂടുതലായിരിക്കും. അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് വീഡിയോ ചെയ്യാം. മെയിനാണ് ഇറങ്ങിയത് ഏകദേശം 5-6 മാസമായിട്ടുള്ളൂ. റീസെൻ്റ്ലി ഇത് ഏറ്റവും ലോ വന്നിരുന്നത് 28 സെൻറ്റിൽ വന്നു. ഇപ്പോൾ ഏകദേശം 55 സെൻറ്റ്, അതായത് ഏകദേശം 2x മുകളിലേക്ക് പോയി കഴിഞ്ഞു. ഏകദേശം 2x ആയി കഴിഞ്ഞു കോയിൻ. ആൻഡ് ഇത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ കോയിനിൽ ഭയങ്കര ബുള്ളിഷാണ്. അതുകൊണ്ട് ഞാൻ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു എൻട്രി എടുക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഒരു എൻട്രി എടുക്കും. ആൻഡ് ഗൈസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എംപവറിംഗ് ഗെയിമിംഗ് ആൻഡ് AI. അപ്പോൾ ഇതിന് നമുക്ക് ഗെയിമിംഗ് കാറ്റഗറി മാത്രമല്ല, ഇവിടെ AI കാറ്റഗറിയിലും പെടുത്താവുന്ന ടൈപ്പ് ഓഫ് കോയിനാണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് വെക്കാം. നെക്സ്റ്റ് ഗൈസ് നാക്കാമോട്ടോ ഗെയിംസ് ആണ് ഗൈസ്. ഇത് ഈ കുറച്ച് നാൾ മുമ്പ് ഭയങ്കര ഹ്യൂജ് റണ്ണപ്പിലേക്ക് പോയതാണ്. അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെ എൻഡിൽ ഏകദേശം
28 സെൻറ്റ് ഉണ്ടായിരുന്ന കോയിൻ ഏകദേശം $3 പോയതാണ്. അത്രയ്ക്ക് ഹ്യൂജ് റാലി വന്നതാണ്. ഇപ്പോൾ മൊത്തം താഴെ വന്നിട്ട് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്ത് ഇപ്പോൾ പിന്നെയും $1.42 കിട്ടും. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ് 92 മില്യനാണ്. 255 മില്യൻ്റെ ഫുള്ളി ഡൈനേറ്റഡ് വാല്യൂഷൻ. നൗ ഇതൊരു ഗെയിമിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കോയിനാണ്. സോ ഒരു ഗെയിമിലാണ് നമ്മൾ ബെറ്റ് ചെയ്യുന്നത്, ഒരുപാട് ഗെയിമിലാണ് ബെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു റീസൺ ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല, വാച്ച് ലിസ്റ്റ് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നോക്കി ഇവിടെ ചൈന, ഇത് തായ്വാനാണെന്ന് തോന്നുന്നു, ആൻഡ് ജപ്പാനൊക്കെ ഉണ്ട്. സോ ചൈന ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ചൈനയിൽ എങ്ങാനും ഇവർ ഈ പറയുന്നത് ക്രിപ്റ്റോയിനെ ഒന്ന് പുഷ് ചെയ്യുന്ന എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പമ്പാവാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു നാരറ്റീവ് ഉണ്ട് ചൈന ബേസ്ഡ് കോയിൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോങ്കോങ്, അല്ലെങ്കിൽ ഇത് തായ്വാനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സോ എനിവേസ് ജപ്പാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഏഷ്യൻ കോയിൻസിന് ഒരു സ്പെസിഫിക് ഒരു മാർക്കറ്റ് ഉണ്ട്, എസ്പെഷ്യലി ചൈന കോയിൻസിൽ. സോ ആ കാറ്റഗറിയിൽ വരുന്നൊരു കോയിനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഇഫ് ഐ എം ഗെറ്റിംഗ് എ ഗുഡ് എൻട്രി ദെൻ ഐ മേ എൻ്റർ. Now next coin ആണ് ഗൈസ് മൈറിയ. ഗൈസ് ഈ മൈറിയ എന്ന കോയിൻ നമ്മൾ പണ്ട് ഗാല കോയിൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഗാലയുടെ തന്നെ ഒരു ബേറ്റ പ്ലേ ആണ്. അതുപോലെ തന്നെ ഗാലയെ പോലെ തന്നെ ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ ഉണ്ടാക്കാനാണ് ഇവരും പ്ലാൻ ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, മൈറിയ കോയിൻ ഇതും അത്യാവശ്യം ഒരു റണ്ണപ്പ് കൊടുത്തതാണ്. ബട്ട് ഇപ്പോൾ താഴെ വന്ന് മൊത്തം റീട്രേസ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് $0.0038 ആണ്. ബട്ട് ഗൈസ് മാർക്കറ്റ് ക്യാപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും 87 മില്യൺ ആണ്. എഗെയിൻ ലോ ക്യാപ്പ് കോയിനാണ്. ആൻഡ് 193 മില്യൻ്റെ FDV ഉണ്ട്. സോ ഏകദേശം 50% അടുത്ത്, 50 അല്ല, ഒരു 40-45% അടുത്ത് കോയിൻ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനിയും 60-65% അടുത്ത് ഇറങ്ങാനുണ്ട്. ഓക്കെ, നോ നെക്സ്റ്റ് ഇവരുടെ ട്വിറ്റർ ഞാൻ കാണിച്ചു തരാം. മൈറിയ, ഓക്കെ, Web3 ഗെയിമിംഗ് ഇക്കോ സിസ്റ്റം പവർഡ് ഓവർ മില്യൺ യൂസേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് 230,000 ഫോളോവേഴ്സും ഉണ്ട്. സോ ഇറ്റ്സ് എ സ്ട്രോങ് പ്രോജക്റ്റ്, ബട്ട് ലോ ക്യാപ് പ്രോജക്റ്റ് ആണ്, റിസ്കി പ്രോജക്റ്റ് ആണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്, ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് കോയിനാണ് ഗൈസ്. ഞാനിത് പണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന കോയിനാണ്, കുറച്ച് മാസങ്ങൾ മുമ്പ് ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന കോയിനാണിത്. ദാറ്റ് ഈസ് Vulcan Forge PYR. ഇതും ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ ആണ് ഗൈസ്. ഗെയിമിങ്ങിന് എനിക്ക് കൂടുതലും ഒരു പെർട്ടിക്കുലർ ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഗെയിമിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഗെയിമിംഗ് സ്റ്റുഡിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യം. കാരണം ഒരു ഗെയിം ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ടാവും. സോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കോയിൻ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. IMXും ഇതുപോലെ തന്നെ നാക്കാമോട്ടോയും മൈറിയൊക്കെ അതുപോലെ തന്നെ പല ഗെയിംസിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഗെയിമിംഗ് സ്റ്റുഡിയോസൊക്കെയാണത്. റൈറ്റ്, അപ്പം നമ്മൾ ബെറ്റ് ചെയ്യുന്നത് ഒന്നല്ല, പല ഗെയിംസിലും നമ്മൾ ബെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ Vulcan Forge കുറച്ച് നാൾ മുമ്പ് ഞാൻ ഹോൾഡ് ചെയ്തതാണ്. ബട്ട് നല്ല പ്രോഫിറ്റ് കിട്ടി, ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ പഴയ അത്ര ഒരു പവറില്ല, കുറച്ചൊന്ന് പ്രായമായി, നമുക്ക് നോക്കാൻ വേണ്ടി സംഭവിക്കുന്നു. ഞാനിപ്പോൾ തൽക്കാലം ഇതിനെ വാച്ച് ലിസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. ഓറൈറ്റ്, നൗ ഇവരുടെ ട്വിറ്റർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്ട്രോങ് കമ്മ്യൂണിറ്റിയുള്ള പ്രൊജക്റ്റാണ്. 1,87,000 ഫോളോവേഴ്സ് ഉണ്ട്. നമ്പർ 1 ബ്ലോക്ക് ചെയിൻ ഗെയിമിംഗ് ഇക്കോ സിസ്റ്റം ഫ്യൂവൽ ബൈ PYR എന്ന് വെച്ചാൽ അവരുടെ കോയിൻ്റെ ടിക്കർ സിമ്പിളാണ്. റൈറ്റ്, സോ ഗൈസ് ദാറ്റ്സ് പ്രീ മച്ച് ഇറ്റ്. ഇതാണ് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഗെയിമിംഗ് ആൻഡ് ഡീപ്പിൻ കോയിൻസ്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള ഗെയിമിംഗ് ആൻഡ് ഡീപ്പിൻ കോയിൻസ്. റൈറ്റ് ഗൈസ്, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ പോർട്ട്ഫോളിയോയെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നു. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി എടുക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ റെസ്പോൺസിബിളായി നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുക. ഓറൈറ്റ്, സോ ഗൈസ് ദാറ്റ്സ് പ്രീ മച്ച് ഇറ്റ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് സൈനിങ് ഔട്ട്. Print money. Let's go.